കോമഡി ആയിരുന്നു. അന്ന് കണ്ട് ആദ്യം ഒരുമാതിരി തോന്നുമെങ്കിലും പിന്നെ അങ്ങോട്ട് പോകും തോറും സിനിമ സൂപ്പറായിരുന്നു. ബേസിലിന്റെ അഭിനയം ഒരു രക്ഷയല്ല, കിട്ടുമായിരുന്നു. പടം നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്തൊരു നല്ല ത്രില്ലർ എന്നുള്ള രീതിയിൽ കാണുന്നത്. നല്ല കോമഡി ആയിട്ടുള്ള ത്രില്ലറാണ്. ഒരുപാട് നാൾ ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് അതിനകത്ത് ബേസിലും ഗ്രേസ് ആൻ്റണിയും ബൈച്ചാണ്ടൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇന്റർവ്യൂ ശേഷമുള്ള പഞ്ചും കാര്യങ്ങളും ആ സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഓടും ഈ സിനിമ, നന്നായിട്ട് കയറി വരുന്നുള്ള ഒരു ഇതാണ്. എന്താ പറയുക, കോമഡി എന്ന് പറഞ്ഞാൽ കിടിലം കോമഡി പടം. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് അങ്ങേ ഏറ്റവും ലൈക്ക് വെർത്താണ് പടം. റിപ്പീറ്റ് വാല്യൂ ഒക്കെ സെക്കൻഡ് ഹാഫ് ആണ് പ്രത്യേകിച്ച്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് കിടലായിട്ടുണ്ട്. ഒരു റിപ്പീറ്റ് വാല്യൂ, കിടൽ എന്റർടൈൻമെന്റ്. ബേസിലായിക്കോട്ടെ, സിദ്ദിഖായിക്കോട്ടെ, ബൈജു ആയിക്കോട്ടെ, ഗ്രേസ് ആൻ്റണി എല്ലാവരും കിടലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിരി പടം. നല്ല എൻജോയ്മെൻ്റ് ആണ് കണ്ടിരിക്കാനായിട്ട്. നല്ല സസ്പെൻസും കോമഡിയും കൂടി ചേർത്തിണക്കി സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എന്തോ എല്ലാവരും നന്നായിട്ടുണ്ട്. ആ സാഹചര്യത്തിന് അനുയോജ്യമായ അഭിനയമാണ് എല്ലാവരും. സിനിമ കോമഡി ഉണ്ട്, പിന്നെ വലിയൊരു ഇതില്ല. OTT കണ്ടന്റായിരുന്നു, അത്രേ ഉള്ളൂ. കൊള്ളാം കോമഡി ഉണ്ട്, അത്രേ ഉള്ളൂ. കോമഡി മാത്രമേ ഉള്ളൂ, അല്ലേ? വേറെ വലുതായിട്ടൊന്നും ഇല്ല. കാണാം, ഫാമിലി ആയിട്ടിരിക്കാം, അല്ല വലിയ ഇതില്ല. നല്ല പടം തന്നെ, വളരെ ഫാസ്റ്റ് മൂവിയാണ്. ഒരു 2 ദിവസം സംഭവം ആണെന്നുണ്ടെങ്കിലും നമ്മളറിയുന്നില്ല. പടം വളരെ നല്ലതാണ്, നല്ല സ്കോപ്പാണ്. ചിരിച്ച് മരിക്കാനുള്ള ഉണ്ട്. ഇത്രയും നല്ല പടം ഇവരെ വെച്ചിട്ടൊക്കെ ചിരിയുടെ ഹാസ്യ കഥാപാത്രങ്ങളിൽ തന്നെ നന്നായിട്ട് ചിരിക്കും. ശരിയാണ്, അത്ര ഒരു ട്രാക്ക് മാറ്റിയിട്ട് അത്ര പോരാ, ഒരു സെറ്റായില്ല, കുഴപ്പമില്ല. സിനിമ തമാശ സിനിമയാണ്, ജസ്റ്റ് കണ്ടിരിക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര മെച്ചപ്പെട്ട കോമഡി ഒന്നുമില്ല. പിന്നെ ബേസിൽ ജോസഫ്, ഗ്രേസ് ആൻ്റണി, ബൈജു അവരുടെ ആ ഒരു തമാശ അത് കാണാൻ വേണ്ടി നമുക്ക് കയറിയിരിക്കാം. സിറ്റുവേഷൻ കോമഡിയാണ് അധികവും. പിന്നെ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗമുണ്ട് എന്നുള്ള രീതിയിൽ സിനിമ ഒരു പാതി വഴിയിൽ നിർത്തിയിട്ട് പോണ സിനിമയാണ്. പിന്നെ ജിത്തു ജോസഫ് ഒരു കോമഡി സിനിമ എടുക്കേണ്ട ആളല്ല, ഒരു ത്രില്ലർ എടുത്തു പോകുന്നതായിരിക്കും നല്ലത്. അതന്നെ അത്രത്തോളം ഏറ്റില്ല. മൈ ബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് രസിച്ചില്ല. അതിൻ്റെ ഒന്നും ഒരു 10-1 അംശം പോലും കോമഡി സിനിമയിലില്ല. നമ്മൾ വയസ്സായില്ലേ, ഡൈ അടിക്കാൻ മറന്നു. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ജിത്തു ജോസഫിന്റെ സിനിമ ആയതുകൊണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം അവസാനങ്ങളെ ചെയ്ത സിനിമകളെല്ലാം അതുപോലെ ഒരു ഭയങ്കര സീരിയസ് മോഡിലേക്ക് പോകുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ സിനിമയുടെ റൈറ്റർ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ 12th മാൻ, കൂമൻ പോലത്തെ സിനിമകളുടെയൊക്കെ റൈറ്ററും കൂടെ ആയിരുന്നു. അപ്പോൾ സിനിമ തുടങ്ങിയ ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ഒരു പേസിലാണ് പോകുന്നത്. ഭയങ്കര പൊട്ടിച്ചിരി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നുറുങ്ങ് തമാശകൾ അങ്ങനത്തെ രീതിയിൽ സിറ്റുവേഷണൽ ബേസ് അങ്ങനെയായിട്ടുള്ള കുറേ കോമഡികളുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കൊരു സംശയം, ഇനി തീർച്ചയായും ഈ ഒരു റൈറ്ററും സംവിധാനം ഇതോടായതുകൊണ്ട് ഒരു സീരിയസ് മോഡിലേക്ക് പോകുമെന്നുള്ള ഒരു സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പിന്നെ വീണ്ടും അത് കോമഡി ട്രാക്കിലേക്ക് വന്ന് നിൽക്കുന്ന പെർഫോമൻസ് ഗ്രേസും ഗ്രേസ് ബൈജു ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ ബേസിൽ, അവർക്ക് 3 പേർക്കാണ് കൂടുതൽ ഒരു സ്പേസ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഗ്രേസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിന് അതേപോലെ എനിക്ക് പുള്ളിക്കാരത്തിന് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ നമ്മൾ ഒത്തിരി സിനിമകളിൽ കണ്ട ആ ഒരു യൂഷ്വൽ ആ ഒരു ടോപ്പിക്കിൽ പോയിട്ടുണ്ട്. പിന്നെ ഇത് കുറേ സംഭവങ്ങൾ, അതായത് ഒരേ സമയത്ത് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ കോർത്തിണക്കി അവസാനം എല്ലാം ഒരുമിച്ച് വന്ന് ചേർന്ന് അങ്ങനത്തെ രീതിയിൽ പോകുന്നതാണ്.